നമസ്കാരം, കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഗ്രൂപ്പ് ഡിയുടെ പോസ്റ്റ് പ്രിഫറൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. പല ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നൊരു സംശയമാണ് ഏത് സോൺ സെലക്ട് ആക്കണം, ഏത് സോൺ വേണമെന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ പോസ്റ്റുകൾക്ക് പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ളതും, ഏതൊക്കെ പോസ്റ്റിന് പ്രിഫറൻസ് കൊടുക്കുന്നുള്ളതും. ഈ രണ്ട് സംശയങ്ങൾ ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവും. PSC പരീക്ഷകൾ അപ്ലൈ ചെയ്യുമ്പോഴോ മറ്റ് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ അപ്ലൈ ചെയ്യുമ്പോഴോ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. ആറ് പരീക്ഷ അങ്ങനെയല്ല. ഏത് പോസ്റ്റ് ആയിരിക്കണം, ഏത് സോൺ ആയിരിക്കണം തിരഞ്ഞെടുക്കുന്ന വഴിയാണ് നമുക്ക് എവിടെ ജോലി കിട്ടും, എന്ത് ജോലി കിട്ടും എന്നുള്ളത് ആസ്പദമാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വരാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താ? ഒരുപാട് പോസ്റ്റുകളുണ്ട്. വൺസ് നിങ്ങൾ സോൺ സെലക്ട് ചെയ്തു, സൗത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ സോൺ സെലക്ട് ചെയ്തു, ഏത് ചെന്നൈ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ചെന്നൈ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ചെന്നൈ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ചെന്നൈ സെലക്ട് ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷനിൽ ഇത്രയും പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഇത്രയും പോസ്റ്റുകൾ ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ കണ്ടാൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ആകെ മനസ്സിലാവുന്നത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ എന്തോ, വീണ്ടും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ എന്തോ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ എന്തോ, സിഗ്നൽസ് ആൻഡ് ട്രാൻസ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്തോ, ട്രാഫിക്, എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ ഡിപ്പാർട്ട്മെന്റ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, വീണ്ടും ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്. ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളിൽ എന്തൊക്കെയൊക്കെയോ പോസ്റ്റുകൾ ഉണ്ടെന്ന് മാത്രമേ ഈ ഒരു ഇമേജ് കണ്ടാൽ മനസ്സിലാവുള്ളൂ. തന്നെയല്ല അവകൾക്കൊക്കെ എന്തുണ്ട്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, A1, B1, B2, C2 എന്നെല്ലാം പറഞ്ഞിട്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാവുന്നുള്ളൂ. ഇത് RRBയുടെ നോട്ടിഫിക്കേഷനിൽ, ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനിലുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇനി നമുക്ക് നോക്കാം, ഓരോ പോസ്റ്റുകളുടെയും പ്രത്യേകത നോക്കാം. അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. RRBക്ക് കുറച്ച് നിഷ്ഠകളൊക്കെ ഉണ്ട്, കുറച്ച് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. എന്താണ് പറയാ? മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, കുറച്ച് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓരോ പോസ്റ്റിനും മെഡിക്കലി അർഹമായവർക്ക് മാത്രമേ ആ പോസ്റ്റ് കൊടുക്കുള്ളൂ. പക്ഷെ നോക്കാൻ പോകുന്ന എപ്പോഴാ? നിങ്ങൾ CBT 1 ജയിച്ചതിന് ശേഷമേ ഇത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ശേഷമാണ് നോക്കാൻ പോകുന്നത്. സോ A2 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താ? ആ ആൾക്ക് എന്ത് വേണം? ഓൾ ആസ്പെക്ടിൽ ഫിറ്റ് ആയിരിക്കണം. ഡിസ്റ്റന്റ് വിഷൻ 6/9 വിഷൻ വേണം. വിത്തൗട്ട് ഗ്ലാസ്, കണ്ണട വെക്കാതെ 6/9 വിഷൻ ഉള്ള ആള്. അതുപോലെ കളർ വിഷൻ വേണം, ബൈനോക്കുലർ വിഷൻ വേണം, നൈറ്റ് വിഷൻ വേണം, മെസോപിക് വിഷൻ വേണം. ഇതെല്ലാം ഉള്ള ആൾക്ക് മാത്രമേ A2 പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്തു? A2 പോസ്റ്റുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഇപ്പൊ നിങ്ങൾ സോൺ സെലക്ട് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്തു? A2 പോസ്റ്റുള്ള ഒരുപാടുള്ള സ്ഥലത്താണ് അറിയാതെ അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. അറിയാതെ ഒരുപാട് A2 പോസ്റ്റുള്ള സ്ഥലം. പക്ഷെ നിങ്ങൾ എന്തല്ല, വിത്തൗട്ട് ഗ്ലാസ്, നിങ്ങൾ 6/9 ഉള്ള ആളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ഈ പോസ്റ്റിലെ ജോലി കിട്ടില്ല. നിങ്ങൾക്ക് ഏതേ കിട്ടുള്ളൂ? വിത്തൗട്ട് ഗ്ലാസ് ഉള്ള A3 ഉള്ള ജോലി മുകളിൽ താഴോട്ടുള്ളതേ കിട്ടുള്ളൂ. അപ്പൊ എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? ഇവിടെ നോക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ ജോലി എഴുതാൻ പറ്റില്ല? പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ജോലി A2 ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഈ പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ജോലി A2 ഉള്ളവർക്ക് മാത്രമുള്ള ജോലിയാണ്. അപ്പൊ എന്ത് പറ്റില്ല? നിങ്ങൾക്ക് പോയിന്റ്സ്മാൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ A2 ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ A2 എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇല്ലാത്ത ആൾക്കാർ ഒരു കാരണവശാലും പോയിന്റ്സ്മാന്റെ ഒഴിവ് നോക്കി സോൺ സെലക്ട് ചെയ്യാൻ പാടില്ല. ആ ഒഴിവ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, സോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഇവിടുത്തെ പോയിന്റ്. ഇനി എങ്ങനെ മനസ്സിലാക്കാം? ഇത് വായിച്ചു നോക്കിയാൽ മതി. ഓരോന്നിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. കണ്ണ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, 6/9 ഉണ്ടോ എന്ന് നോക്കുക. എന്തായാലും RRB മെഡിക്കൽ ടെസ്റ്റ് നടത്തും. RRB അത് നോക്കിയിട്ടേ ജോലി തരാൻ പോകുന്നുള്ളൂ. അത് ഒന്നാമത്തെ കൺസേൺ. അടുത്തത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത്, ഓരോ പരീക്ഷയുടെയും കണ്ടോ, A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്, A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്, പിന്നെ മൊത്തം B1 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഇതിനൊരു കുറുക്കുവഴി ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താ? ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഫീൽഡ് വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് വേണം? നിങ്ങളുടെ കണ്ണിന് ഗ്ലാസ് ഇല്ലാതെ തന്നെ പവർ വേണം. അങ്ങനെ ഒരു ജോലിയാണ് ഇത് പോയിന്റ്സ്മാൻ എന്ന് പറയുന്നത്. എന്താണ് പോയിന്റ്സ്മാൻ പോസ്റ്റ്? നിങ്ങൾക്കറിയാം, പല സിനിമകളിലും നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. നമ്മുടെ റെയിൽവേയുടെ സിഗ്നൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ഓക്കെ, റെയിൽവേ ഗേറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് പോയിന്റ്സ്മാൻ. അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററെ സഹായിച്ചുകൊണ്ട് നമ്മൾ സ്റ്റേഷനുകളിൽ കൊടി കാണിക്കുന്ന ആൾക്കാരെ കണ്ടുണ്ടാവും, അവരാണ് പോയിന്റ്സ്മാൻ. ഓക്കെ, ഗപ്പി സിനിമയിലെ ശ്രീനിവാസൻ പോയിന്റ്സ്മാൻ ആണ്.
ഓക്കെ, അതുപോലെ ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട്, ട്രാക്കിലൂടെ പോകുന്ന മെഷീനാണ്. ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് A3 സ്റ്റാൻഡേർഡ് വേണ്ട ആൾ. കണ്ടോ, ഈ രണ്ട് ആൾക്കാരും എന്താണ്, ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഫീൽഡ് വർക്കുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇവരെല്ലാവരും ബാക്കി എല്ലാവരെയും B1 ഉള്ളവർ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതെല്ലാം വർക്ക്ഷോപ്പുകളാണ്. ലോക്കോ ഷെഡ്, കാരേജ് ആൻഡ് വാഗൺ വർക്ക്ഷോപ്പ്, കണ്ടോ, ട്രാക്ക് മെയിൻറ്റെയിനർ ഉണ്ട്, ഓക്കെ, ഓപ്പറേഷൻസ് ഉണ്ട്. ഇതെല്ലാം അത്ര കണ്ട് ഫീൽഡ് അല്ല, ഫീൽഡ് വർക്കും ഉണ്ട്, കുറച്ച് ഫീൽഡും ഉണ്ടാവും, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓഫീസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ജോലികളും ഉണ്ടാവും. എന്നാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ C1 വേണ്ടവർ പൂർണ്ണമായിട്ടും വർക്ക്ഷോപ്പിലുള്ള ജോലികളായിരിക്കും. ഉണ്ടോ, വർക്ക്ഷോപ്പ്, പൂർണ്ണമായിട്ടും വർക്ക്ഷോപ്പ് ആയിരിക്കും. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ജോലിയുടെ സ്വഭാവം മനസ്സിലാക്കാം. അതായത് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലായാൽ ജോലിയുടെ സ്വഭാവം മനസ്സിലാവും. B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫീൽഡ് വർക്കാണ്. ഇവിടെ ഫീൽഡ് വർക്ക് പ്ലസ് വർക്ക്ഷോപ്പ് വരും. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാം. C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വർക്ക്ഷോപ്പാണ്. ഇത്രയും പോസ്റ്റുകളാണ് ഉള്ളത്. എങ്ങനെയാണ് നിനക്ക് ഏകദേശം ഐഡിയ കിട്ടിയില്ല ഇപ്പോൾ? ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഫീൽഡ് വർക്കിന് പോയിട്ട് എന്താ കാര്യം, വർക്ക്ഷോപ്പ് അല്ലേ സുഖം, ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്തുകൂടെ, ഈ വെയിലും മഴയെല്ലാം കൊണ്ട് പുറത്ത് പോകണോ എന്ന് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. അവിടെ RRB എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു, പ്രത്യേകം അലവൻസുകൾ കൊടുത്തു. എങ്ങനത്തെ അലവൻസുകൾ? നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, ഓവർ ടൈം അലവൻസ്, കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കുന്നവർക്ക് കിലോമീറ്റർ അലവൻസ്, റിസ്ക് ഓർ ഹാർഡ്ഷിപ്പ് അലവൻസ്. ഫോർ എക്സാമ്പിൾ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ, ഓക്കെ, അതുപോലെ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ ശമ്പളം കൂടുതൽ കിട്ടും. മറ്റേടത്ത് 30,000-35,000 ശമ്പളം നിൽക്കുമ്പോൾ ഈ പറയുന്ന റിസ്ക് ഉള്ള ജോലികളിൽ 50,000 വരെ ശമ്പളം പോകുന്നുണ്ടാവും. എന്തിന്റെ കണക്കിൽ? അലവൻസിന്റെ കണക്കിൽ. സോ ഒരു പോസ്റ്റും ചെറുതല്ല, ഒരു പോസ്റ്റും മോശമല്ല. ചില പോസ്റ്റുകൾ കുറച്ചുകൂടെ ഹാർഡ് ആവുമ്പോൾ അതുപോലെ അലവൻസുകൾ കിട്ടുന്നുണ്ടാവും. വർക്ക്ഷോപ്പ് പോസ്റ്റുകൾക്കെല്ലാം നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും, ഓക്കെ, അല്ലെങ്കിൽ ട്രാക്ക് മെയിൻ്ററിന്റെ പോസ്റ്റൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. സോ അതിനായിട്ടുള്ള എക്സ്ട്രാ അലവൻസ് ഉണ്ടാവും. ഇനി നമ്മൾ ഹോളിഡേയ്സിൽ ജോലിക്ക് പോകുമ്പോൾ എന്തുണ്ടാവും? ഹോളിഡേ അലവൻസുകൾ ഉണ്ടാവും. സോ ചില ജോലികൾ അങ്ങനെയാണ്, ജോലി ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അലവൻസുകൾ ആ ജോലിക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ജോലിയും മോശമല്ല. പക്ഷേ കേരളത്തിൽ ജോലി പ്രിഫർ ചെയ്യുന്ന ഗ്രൂപ്പ് ഡിക്കാർക്ക് കേരളത്തിലെ ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പോയിന്റ്സ്മാൻ, ട്രാക്ക് മെയിൻറ്റെയിനർ, S&T ജോലികളായിരിക്കും കിട്ടാൻ സാധ്യത കൂടുതൽ. കാര്യം എന്താ? ഈ വർക്ക്ഷോപ്പുകളൊന്നും കേരളത്തിൽ ഇല്ല. സോ ഈ വർക്ക്ഷോപ്പ് ജോലികൾ, നമ്മൾ ഈ താഴെ പറഞ്ഞ ഈ വർക്ക്ഷോപ്പ് ജോലികൾ കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ആ സമയത്ത് ഈ പോയിന്റ്സ്മാൻ എല്ലായിടത്തും ഉള്ള ആളാണ്, ട്രാക്ക് എല്ലായിടത്തും ഉള്ളതാണ്. TRD എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകളിലൂടെ പോകുന്ന ലൈനില്ലേ, നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ മുകളിലൂടെ പോകുന്ന ട്രാൻസ്മിഷൻ ലൈനുകളാണ് TRD. ഓക്കെ, സോ ഇതെല്ലാം കേരളത്തിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ബാക്കി എന്തല്ല, ഈ വർക്ക്ഷോപ്പുകൾ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട്, ഡീസൽ ഷെഡ് കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട്, കാരേജ് ആൻഡ് വാഗൺ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് കേരളത്തിൽ ജോലി കിട്ടാൻ സാധ്യത കുറവുള്ള പോസ്റ്റുകളാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ, അസിസ്റ്റന്റ് ഓപ്പറേഷൻ ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് S&T എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സിന്റെ സിഗ്നൽ മെയിൻ്റെനൻസ് ആണ്. ഓക്കെ, സോ ഇത്രയും ജോലികളാണ് ഉള്ളത്. ഇതിൽ കേരളത്തിൽ കിട്ടാൻ സാധ്യത ഉള്ളത് ഞാൻ ടിക്കിടാത്തതും കിട്ടാൻ സാധ്യത ഇല്ലാത്തതാണ് ഈ പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ട് ആൾക്കാർ കരുതുന്ന ഒരു ജോലിയാണ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ജോലിയായിട്ട് കരുതുന്നതാണ് പോയിന്റ്സ്മാൻ. പക്ഷേ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. പിന്നെ ആൾക്കാർ പ്രീമിയം ആയിട്ട് കരുതുന്ന, നല്ല ജോലിയായിട്ട് കരുതുന്നതാണ് ഈ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ജോലികളും, ഡീസൽ ഷെഡ് എന്ന് പറയുന്ന ജോലിയും, ഇലക്ട്രിക്കൽ ഷെഡ് എന്ന് പറയുന്ന ജോലിയും, അതുപോലെ തന്നെ കാരേജ് ആൻഡ് വാഗൺ എന്ന് പറയുന്ന ജോലിയും. ഈ പറയുന്ന 4 പേര് എന്താണ്? ഈ പറയുന്ന 5 പേര് വർക്ക്ഷോപ്പ് ജോലികളാണ്. ഓക്കെ, വർക്ക്ഷോപ്പ് ജോലികളാണ്. നമുക്ക് എന്ത് ചെയ്യാം? ആ വർക്ക്ഷോപ്പിൽ നിന്ന് ജോലി ചെയ്താൽ മതി. അത് മനസ്സിലാക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്, നിങ്ങൾക്ക് പണമാണ് അല്ലെങ്കിൽ സാലറിയാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ സാലറി കൂടുതലുള്ള റിസ്ക് ഉള്ള ജോലികൾ ആദ്യം വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പോയിന്റ്സ്മാൻ ആദ്യം വെക്കുക. ഈ പറയുന്ന പോലെ വർക്ക്ഷോപ്പുകൾ താഴെ വെക്കുക ചെന്നൈയിൽ അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് വേണം, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് മറക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന പോയിന്റ്സ്മാൻ ആണെങ്കിലും അതിന് ഹൈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അവരുടെ നേച്ചർ ഓഫ് വർക്ക് എന്താ? സ്റ്റേഷൻ ബേസ്ഡ് ആണ്, സ്റ്റേഷൻ മാസ്റ്റർ സഹായിക്കലാണ്, അതുപോലെ തന്നെ റെയിൽവേ ഗേറ്റുകൾ മാനേജ് ചെയ്യലാണ്. ഗേറ്റ് കീപ്പറും ഇവർ തന്നെയാണ്. ഇനി ഫിസിക്കലി ഡിമാൻഡിംഗ് ആയിട്ടുള്ള ജോലികളുണ്ട്. ഏതാണ്? ട്രാക്ക് മെയിൻറ്റെയിനർ, അസിസ്റ്റന്റ് TRD ട്രാൻസ്മിഷൻ ലൈനാണ്. അതുപോലെ PWay എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിലിന്റെ ജോലിയാണ്, സിവിലുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ്. ഓക്കെ, ട്രാക്കിലെ മറ്റേ
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രാക്ക് നിരത്താൻ പോകുന്ന ആൾക്കാർ സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്, അവരെ അസിസ്റ്റ് ചെയ്യുന്നവരാണ് PV. ഇതെല്ലാം മീഡിയം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. അവർക്ക് B1 വേണ്ടത്, ഇവിടെ A2 വേണ്ടത്. ഓക്കെ, ഇനി ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറവുള്ള C1, ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറവുള്ളത് വർക്ക്ഷോപ്പ് ജോലികൾക്കാണ്. ഈ പറയുന്ന പോലെ അലവൻസും ഉണ്ട്, പക്ഷെ എന്താ കേരളത്തിൽ ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ്. സോ അത് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ ഏറ്റവും അവസാനം പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അത് മനസ്സിലാക്കിയിട്ട് മാത്രം, ഈ പറയുന്ന ഐഡിയ മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞതിന് മൊത്തത്തിൽ ഞാനൊന്ന് ചുരുക്കി പറയാം. നിങ്ങൾ ഇവിടെ കൊടുക്കാൻ നേരത്ത് ഈ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുക്കാൻ നേരത്ത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ പോയിന്റ്സ്മാൻ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ജോലി കിട്ടാൻ പോകുന്നുള്ളൂ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ, കേരളത്തിൽ ജോലി കിട്ടണമെങ്കിൽ ഈ വർക്ക്ഷോപ്പ് ജോലികളൊന്നും കേരളത്തിലില്ല. വർക്ക്ഷോപ്പ് ഇല്ല, കാരേജ് ആൻഡ് വാഗൺ ഇല്ല, ഈ പറയുന്നത് ഇലക്ട്രിക് ഷെഡ് ഇല്ല, ഡീസൽ ഷെഡും വർക്ക്ഷോപ്പും കേരളത്തിലില്ല. സോ കേരളത്തിൽ ജോലി കിട്ടാൻ സാധ്യത കുറവാണ്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, റിസ്ക് കൂടുതലുള്ള ജോലികൾ അല്ലെങ്കിൽ ഫീൽഡ് വർക്കായിട്ട ജോലികൾക്ക് എന്തായിരിക്കും പൊതുവേ സാലറിയിൽ ആ വ്യത്യാസം കാണാൻ പറ്റും. എന്ത് കിട്ടും, അലവൻസുകൾ കിട്ടുന്നുണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി നിങ്ങൾക്ക് എങ്ങനത്തെ ജോലിയാണോ വേണ്ടത് അതനുസരിച്ചുള്ള പ്രിഫറൻസ് മുകളിൽ വയ്ക്കുക. സോ ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. സോൺ മനസ്സിലാക്കി, പോസ്റ്റ് മനസ്സിലാക്കി തന്നെ അപ്ലൈ ചെയ്യുക. ഇനി അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. NTPC പോലെയോ അല്ലെങ്കിൽ SSCയുടെ പരീക്ഷകൾ പോലെയോ അല്ല. ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരൊറ്റ എക്സാം ഉള്ള പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി പരീക്ഷ. CBT 1 മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഒരൊറ്റ പരീക്ഷ കൊണ്ട് ജോലിയിൽ കയറാൻ പറ്റുന്ന ഒരു 10ാം ക്ലാസ് ലെവൽ പരീക്ഷ. കേരളത്തിലെ LDC പോലെ, LGS പോലെ 10th ലെവല് റെയിൽവേയുടെ പരീക്ഷയാണ്. ഒരുപാട് അലവൻസുകൾ ഉള്ള ഒരു പരീക്ഷയാണ്. ആരും വിട്ടുകളയരുത്. ഈ ഒരൊറ്റ കൊല്ലം കൊണ്ട് ജോലി കിട്ടാനുള്ള സാധ്യതയാണ്. ഒരുപാട് വൈകത്തൊന്നുമില്ല. ഒരൊറ്റ പരീക്ഷ ഉണ്ടാവും, അതിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, ജോലി കിട്ടും. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയുടെ എക്സാം കഴിഞ്ഞ കൊല്ലത്തെ. ഇനി 2025 പരീക്ഷ നടക്കാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് CCയുടെ കൂടെ കൂടുക. നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും, വീക്ക്ലി എക്സാംസ്, PDF നോട്ട്സ്, മെന്റർഷിപ്പ്, അതുപോലെ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. ഇതിന്റെ സിലബസിൽ എന്തെല്ലാമാണ് ഉള്ളത്? 4 കാര്യങ്ങളാണ് ഉള്ളത്. മാത്സ്, റീസണിങ്, സയൻസ്, അത് ജനറൽ അവയർനെസ് പ്ലസ് കറണ്ട് അഫെയർ. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ എന്തെല്ലാം പഠിക്കണം, എവിടെയെല്ലാം വെയിറ്റേജ് കൊടുക്കണം, ഇത് വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളോട് കൂടെ കൂടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.